ഗുരുപാദങ്ങളിൽ പ്രണാമം. ജനനി പഠന ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അംഗങ്ങൾക്കും ഈ ക്ലാസ്സിൽ ആഗതരായിരിക്കുന്ന ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വിനീതമായ നമസ്കാരം. നാളെ ഗുരുവിൻ്റെ 98ാമത് മഹാസമാധി ദിനമാണ്. എല്ലാവരും അതിൻ്റേതായ തിരക്കുകളിലും പ്രാർത്ഥനാ നിർഭരമായിരിക്കേണ്ട ഒരു മനസ്സിനെ എല്ലാവരും ചിട്ടപ്പെടുത്തുന്നതൊക്കെ ഒരു തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ വേദാന്ത സൂത്രം ക്ലാസ് കൂടി നാളത്തെ സമാധി പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മുടെ ആത്മചൈതന്യത്തെ കുറിച്ച് തെളിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നാളെ പ്രാർത്ഥനാ നിർഭരമായി ഗുരുവിൻ്റെ മഹാസമാധി ദിനം ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് മഹാഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വേദാന്ത സൂത്രത്തിൻ്റെ പഠന ക്ലാസ്സിലെ ഒരു ആമുഖമാണ് ഒന്ന് തുടങ്ങി വെച്ചത്. ഇന്നത്തെ ക്ലാസ്സും കൂടി അതിന് ആവശ്യമായി വരുന്നു. അടുത്ത ക്ലാസ് മുതലാണ് നമുക്ക് സൂത്രത്തിലേക്ക് കടക്കാൻ സാധിക്കുക. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ പറഞ്ഞു, വേദവും വേദാന്തവും ഒരു ടെക്സ്റ്റിനപ്പുറം നിന്നുകൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ വേദം ഈ പ്രപഞ്ചത്തിലെ സമസ്തതിനെയും കുറിച്ചുള്ള അറിവാണെങ്കിൽ വേദാന്തം ഈ സമസ്ത ചരാചരങ്ങൾക്കും പൊരുളായിരിക്കുന്ന ആ ചൈതന്യമാണ് വേദാന്തം. അതിനെയാണ് വേദത്തിന്റെ കാതലായ സത്യമായി ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ വേദാന്തം ഞാൻ ഉപനിഷത്ത് പഠിച്ചു, അത് തന്നിൽ നിന്ന് ഭിന്നമായ ഒന്നിനെ പഠിക്കുന്നത് പോലെയല്ല കരുതേണ്ടത്. നാം ജീവിക്കുന്ന പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ശക്തി ചൈതന്യവും അതിനെ അറിയുന്ന നാമും, അവിടേക്കാണ് നമ്മുടെ ദൃഷ്ടി പായിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി പറയുകയാണെങ്കിൽ, ഗുരുക്കന്മാര് നമുക്ക് ഈ ലോക ജീവിതത്തിന്റെ അനിത്യതയെ മനസ്സിലാക്കിയിട്ട് നിത്യമായ ഒന്നിലേക്ക് സഞ്ചരിച്ച് അതിന്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് ഉപനിഷത്തുക്കൾ ഉണ്ടായത്. ഓരോ ഉപനിഷത്തുക്കളിലും കാണുന്നത് ഞാൻ ആരാണെന്നും ഈ പ്രപഞ്ചം എന്താണെന്നും എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും എന്നൊക്കെയുള്ളതിന്റെ ഉത്തരങ്ങളാണ് ഓരോ ഉപനിഷത്തിലും കാണുന്നത്. ഉപനിഷദിക്കുക എന്ന് പറഞ്ഞാല് ഗുരുവിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഗുരുവിൽ നിന്നും വിദ്യ സ്വീകരിക്കുന്ന രീതിയാണ് ഉപനിഷദ് വിദ്യ. അതാണ് ഉപനിഷദിക്കുക. സമീപേ സ്ഥിത്വ ഗുരുമുഖാത് പാഠം പഠന്തി സത്യ ശ്രവണം കരോതി. അതാണ് ഉപനിഷത്ത്. അജ്ഞാനം നശിപ്പിക്കണം. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഇരുട്ട് മാറുക എന്നുള്ളതാണ്. ഇരുട്ട് മാറുന്നതിനാണ് നമ്മൾ വേദാന്ത സൂത്രം പഠിക്കുന്നത്. നമ്മൾ പഠിച്ച് പ്രസംഗിക്കാനോ പഠിച്ച് പഠിപ്പിക്കാനോ എന്നതിലപ്പുറം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രകാശപൂർണമാക്കി മാറ്റുക, നമ്മുടെ വാസനകളെ അറിവിന്റെ ജ്വാലയിൽ എരിപ്പിച്ച് കളഞ്ഞിട്ട് സത്യത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് അന്തർമുഖമായി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാരണം ആത്മവിദ്യയുടെ പ്രയോഗശാല പുറത്തല്ല, അകത്ത് തന്നെയാണെന്നാണ് ഉപനിഷത്തിന്റെ ദർശനം. ആ ആത്മവിദ്യയെ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഗുരു പരമ്പര ഉണ്ട്. ആ ഗുരു പരമ്പരയിൽ നിന്നും ഭിന്നമായി ഗുരുവിനെ കാണരുത്. നമ്മളിപ്പോ പലപ്പോഴും അങ്ങനെയാണ്, വേറെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഗുരുവിനെ മാത്രം പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിനപ്പുറം ഗുരു എല്ലാവരെയും ചേർത്തുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു തന്നു. ഗുരുവും ആ പരമ്പരയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സത്യം അവതരിപ്പിച്ചത്. നാമും എല്ലാവരെയും സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും ഉള്ള മനസ്സ് നമുക്കും ഉണ്ടാവണം. ആ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പഠനത്തിലേക്ക് കടന്നു പോകാൻ. ഗുരു ആ ഋഷി പരമ്പരയിലെ പൊൻകണ്ണി തന്നെയാണ്. അതുകൊണ്ടാണ് ഗുരു പകരുന്ന പരമ്പരയായി പലതും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്വദർശനം അവതരിപ്പിച്ചത്. ആ പരമ്പരയായി നമുക്ക് പകർന്നു കിട്ടിയ അറിവ് നേടുന്നതിന് നമ്മുടെ മനസ്സൊന്ന് പക്വമാകണം. മനസ്സ് പക്വമാകണം. പണ്ടൊക്കെ എഴുതി വെച്ച് പഠിക്കുന്ന, ഇന്നത്തെ പോലെ എഴുതി വെച്ച് പഠിക്കുന്ന, ടെക്സ്റ്റ് വായിച്ച് പഠിക്കുന്ന സമ്പ്രദായമൊന്നും ഇല്ലല്ലോ. ഗുരുവിന്റെ മുഖത്ത് നിന്ന് ആ ശിഷ്യന്റെ ചെവിയിലേക്ക് എത്തുന്നത് നേരെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. കാരണം തെളിഞ്ഞ കണ്ണാടി പോലെ സംശുദ്ധമായിരുന്നു ശിഷ്യന്റെ മനസ്സ്, ജിജ്ഞാസുവായിരുന്നു അല്ലേ. നമ്മളിപ്പോ അങ്ങനെ ഒരു മനസ്സോടുകൂടി വേണം നമ്മളിത് പഠനത്തിനായിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ. വേദത്തിന്, ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വേദത്തിന് 2 ഭാഗങ്ങളുണ്ട്.
കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും അങ്ങനെ പറയുമ്പോഴും നമ്മൾ പഠിക്കേണ്ടത് എന്താ? കർമ്മകാണ്ഡം യജ്ഞയാഗാദികളും ജ്ഞാനകാണ്ഡം ഉപനിഷത്തുക്കളാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതെങ്ങനെ മനസ്സിലാക്കണം? യജ്ഞയാഗ ഹോമാദികൾ വേദങ്ങളിൽ ധാരാളം കാണാം. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും, എന്ത് കർമ്മം ചെയ്യുന്നതും ഈശ്വരന് സമർപ്പിതമായി ചെയ്യുകയും ഈശ്വരനിലേക്ക് എത്താനുള്ള വഴിയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. എനിക്ക് ഈ ശരീരത്തെ ചികിത്സിക്കുമ്പോൾ പോലും ഈ ശരീരം നേരെയായിട്ട് എനിക്ക് സത്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഈ ഉപകരണത്തെ റെഡിയാക്കുക എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം ഭാരതത്തിലെ അധ്യാത്മശാസ്ത്രങ്ങളെല്ലാം തന്നെ നിലകൊള്ളുന്നത് ജീവിത ലക്ഷ്യമായ സത്യത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള വഴികളാണ്. അപ്പോൾ ഏത് പ്രവൃത്തിയും നമ്മൾ പറഞ്ഞു കർമ്മകാണ്ഡം യജ്ഞയാഗ ഹോമാദികളാണെങ്കിൽ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തെ പരിപക്വമാക്കിയിട്ട് ആ സത്യത്തിലേക്കുള്ള യാത്ര തുടരാനാ. ശരീരത്തെ ട്രീറ്റ് ചെയ്യുന്നത് പോലും, നല്ല ആഹാരം കഴിക്കുന്നതും ഭൗതികമായി എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് നമ്മുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് യജ്ഞയാഗ ഹോമാദികൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അല്ലാതെ ഭൗതിക സുഖഭോഗങ്ങൾ നേടുക എന്നുള്ളതല്ല. ഭൗതിക സുഖഭോഗങ്ങൾക്കപ്പുറം സഞ്ചരിക്കാനുള്ള ആ ഒരു സമർപ്പണത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് കർമ്മകാണ്ഡം. അതിലൂടെയാണ് നമ്മൾ ജ്ഞാനകാണ്ഡത്തിലേക്ക് എത്താനുള്ളത്. അപ്പോൾ ഉപനിഷത്ത് ജ്ഞാന സ്വീകരണത്തിന് മനസ്സിനെ പക്വമാക്കുക. ആ സത്യത്തെ സ്വീകരിക്കുന്നതിന് മനസ്സിനെ പക്വമാക്കണമെങ്കിൽ ആദ്യത്തെ വഴി ചെയ്യണം. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഞാനും എൻ്റേതുകളിൽ നിന്ന് മാറി ഈശ്വരനിലേക്ക് സമർപ്പിതമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു മനസ്സിനെ മാറ്റിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണത്. കാരണം ഞാനും എൻ്റേതും മാറ്റിവെച്ചിട്ടൊരു ജീവിതം നമുക്കില്ല. നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ഞാനും എൻ്റേതൊക്കെ വന്നു പോകും. അപ്പൊ അതിനെ ഇങ്ങനെ അത് പറഞ്ഞും കേട്ടും മനസ്സിലാക്കിയും ഒക്കെ മനസ്സിന്റെ വാസനയെ കുറച്ച് കൊണ്ടുവന്ന് ഈശ്വരങ്കിലേക്ക് മനസ്സിനെ അർപ്പിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ വേദം, ജ്ഞാനകാണ്ഡം, കർമ്മകാണ്ഡം യജ്ഞയാഗ ഹോമാദികളാണ്. ഇത് ചെയ്യുമ്പോൾ സമർപ്പിതമായിട്ടാണ് ചെയ്യേണ്ടത്. ഒന്നിനും വേണ്ടിയല്ല നമ്മളിത് ചെയ്യുന്നത്. സത്യത്തിലേക്ക് എത്തുന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇനി ഉപനിഷത്തുകൾ നമ്മളെ സത്യത്തെ ഗ്രഹിക്കുന്നതിന് നമ്മുടെ മനസ്സിനെ ശക്തിയുള്ളതാക്കുന്നു. സത്യശ്രവണത്തിന് മനസ്സിനെ ശക്തിയുള്ളതാക്കുന്നു ഉപനിഷത്ത്. അങ്ങനെ നമുക്ക് ആ വേദങ്ങളെ, വാമൊഴിയായി നമുക്ക് കിട്ടിയിരിക്കുന്ന വേദങ്ങളെ, ശ്രുതിയായി നമുക്ക് കിട്ടിയിരിക്കുന്ന വേദങ്ങളെ പകർത്തിയത്, വരമൊഴിയാക്കിയത് വേദവ്യാസനാണ്. 4 വേദങ്ങൾ നമുക്കുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ ഈ വേദങ്ങളുടെ അവസാന ഭാഗം എന്ന് പറയുമ്പോൾ വേദം കൊണ്ട് അർത്ഥമാക്കുന്നത് പരമമായ ജ്ഞാനമാണ്. അതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അത് 1180 ഉപനിഷത്തുക്കൾ ഉള്ളതായി കരുതുന്നു. അതിൽ ശങ്കര ഭഗവത്പാദര് 10 ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം ചമച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ശങ്കര ഭഗവത്പാദരെ വിളിക്കുന്നത് ഭാഷ്യകാരൻ എന്നാണ്. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കര ഭഗവത്പാദരെയും ബ്രഹ്മസൂത്രത്തെയൊക്കെ പറയാതെ നമുക്ക് വേദാന്ത സൂത്രത്തിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ പ്രസ്ഥാനത്രയങ്ങൾ നമ്മൾ എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ എന്ന് ഓർമ്മയില്ല. പ്രസ്ഥാനത്രയങ്ങൾ ശങ്കരാചാര്യര് പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം, നിങ്ങൾ കുറിച്ചും കൂടി പോവുക. വീഡിയോ ക്ലാസ് കേട്ടിട്ട് നമുക്കിതൊക്കെ കുറിച്ചെടുക്കുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. കാരണം അധ്യാത്മശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിച്ചു വേണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകണം. നമുക്ക് ഇപ്പോഴും അറിയില്ല ഭാരതത്തിന്റെ അധ്യാത്മശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ശരിയായൊരു കാഴ്ചപ്പാട് നമുക്കില്ല. അപ്പൊ ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു അടിത്തറയും കൂടി നമുക്ക് വേണം. ശങ്കര ഭഗവത്പാദര് പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമച്ചു. പ്രസ്ഥാനത്രയം, ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മോചനമാർഗം, മുക്തിമാർഗം എന്ന് പറയും. പ്രസ്ഥാനത്രയങ്ങൾ 3 ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. പ്രസ്ഥാനം എന്ന വാക്കിന് മോചനം എന്നർത്ഥം. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ മോചനത്രയം. എന്തിനാ? ആത്മസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ സജ്ജമാക്കുന്ന 3 അതിവിശിഷ്ടമായ ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും. അപ്പോ
പ്രസ്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന യാത്രയാണ് പ്രസ്ഥാനം. നമ്മളെല്ലാവരും ഒരു യാത്ര തുടങ്ങിയേക്കുക. ആ യാത്രയുടെ അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് വീണ്ടും ഒരു ശരീരത്തിലേക്കല്ല. എത്തേണ്ട സ്ഥാനം ലക്ഷ്യമാക്കിയാണ് നമ്മൾ നീങ്ങേണ്ടത്. ആ എത്തേണ്ട സ്ഥാനം നല്ല ബോധം ഉണ്ടാകണം. എന്താണ്? പതറാതെ തളരാതെ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിലൊക്കെ കുറെ ആ ജ്ഞാനം ആർജിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മളിതൊക്കെ പഠിക്കണേന്ന് വെച്ചാൽ, മനുഷ്യന്റെ എക്കാലത്തെയും പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദുഃഖമാണ്. ജീവിത ദുഃഖങ്ങളാണ് മനുഷ്യന്റെ എക്കാലത്തെയും പ്രശ്നം. അപ്പോൾ ഈ ദുഃഖങ്ങൾ ഇല്ലാതെയാക്കണമെങ്കിൽ ആ ദുഃഖത്തിനപ്പുറമുള്ള ആനന്ദ സ്വരൂപമായ നമ്മളിലെ ചൈതന്യത്തെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അറിയേണ്ടത് അറിയാത്തത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സത്യത്തിൽ എത്തിക്കാനായിട്ട് ഋഷിമാർ കണ്ടെത്തിയ ആ സത്യവചസ്സുകളാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിത ദുഃഖം മാറാനാണ് ഉപനിഷത്ത്. ഇത് നമ്മളെ സത്യത്തിലേക്ക് എത്തിക്കുന്ന വഴികളാണ്. ഇനി ബ്രഹ്മസൂത്രം രചിച്ചത് ബാദരായണനാണ്. വേദവ്യാസനാണ് ബ്രഹ്മസൂത്രം രചിച്ചത്. ഈ വേദവ്യാസനെ ഗുരു എവിടെ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. വേദവ്യാസനെ എന്തിനാ ഇപ്പൊ ടീച്ചറെ പറഞ്ഞ വേദാന്ത സൂത്രം പഠിപ്പിച്ച പോരെന്ന് ചോദിച്ചാൽ, ഗുരുവാണ് എനിക്ക് പറഞ്ഞു തന്നത് വേദവ്യാസനെ പറയണമെന്ന്. ബാദരായണനെയൊക്കെ ഗുരുദേവ കൃതികളിൽ ഗുരു നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. ശിവശതകത്തിൽ തന്നിട്ടുണ്ട്, പിന്നെ അനുകമ്പാ ദശകത്തിൽ തന്നിട്ടുണ്ട്. പ്രദീപ്ജി പറയുന്നുണ്ട് അനുകമ്പാ ദശകത്തിൽ തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിലും കൂടി തന്നിട്ടുണ്ട്, ജാതി നിർണയം അല്ലെ? ഓക്കെ ഇനി ഓഡിയോ മ്യൂട്ട് ആക്കിക്കോളൂ. അപ്പോ വേദവ്യാസനെ പറയണ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രകരണവുമായി നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് ജാതി നിർണയമാണ് കേട്ടോ. എല്ലാവരും ഓഡിയോ മ്യൂട്ട് ആക്കണം. എങ്ങനെയായിരുന്നു പറഞ്ഞത്? പറച്ചിയിൽ നിന്നു പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ നിന്ന് ഗുരു പറഞ്ഞു തന്നു. പറയുന്ന എവിടെ വെച്ചാ? ജാതിയെ കുറിച്ച് പറയുമ്പോഴാണ്. ഭാരതത്തിന്റെ അധ്യാത്മശാസ്ത്രങ്ങളിൽ മുക്കാലും രചിച്ചിട്ടുള്ളത്, ഒരു 99% രചിച്ചിട്ടുള്ളത് വേദവ്യാസനാണ്. അതുകൊണ്ട് ആ വ്യാസനിൽ നിന്നാണ് ഈ ജഗത്തിലെ സർവ്വ അധ്യാത്മശാസ്ത്രവും വന്ന് എന്നുള്ളത് കൊണ്ടാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന ഒരു പ്രശസ്തമായ ഉക്തിയുണ്ട്. വ്യാസന്റെ കയ്യിൽ നിന്ന് വന്നതാണ് അധ്യാത്മശാസ്ത്രം, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന ഒരു അർത്ഥത്തിലാണത്. അപ്പൊ ഗുരുവും നമുക്കത് പറഞ്ഞു തന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ, ഒരു മനുഷ്യന്റെ ശരീരം സ്വീകരിച്ചെത്തിയ ദൈവമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ജ്ഞാനസമ്പത്ത് തരാൻ സാധിച്ചത് അല്ലെ? അപ്പൊ ഗുരുവും പുരുഷാകൃതി പൂണ്ട ദൈവമാണ് അല്ലെ? പരമപുരുഷാകൃതി പൂണ്ട ദൈവമാണ് ഗുരു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ജ്ഞാനസമ്പത്ത് തന്നത്. അത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ വേദവ്യാസന്റെ പാരമ്പര്യത്തെ ഗുരു ഒന്ന് സൂചിപ്പിക്കുകയാണ്. വസിഷ്ഠന്റെ പുത്രനായ ശക്തിക്ക് അദൃശ്യന്തി എന്ന പറയ സ്ത്രീയിൽ ജനിച്ചതാണ് പരാശര മഹാമുനി. പരാശരന് മത്സ്യഗന്ധി എന്ന മുക്കുവ സ്ത്രീയിൽ ജനിച്ച വേദവ്യാസൻ. അപ്പോൾ വേദവ്യാസന്റെ കുലം നോക്കുമ്പോൾ അത്ര ഉയർന്ന കുലമൊന്നുമല്ല. എന്നിട്ടും ഭാരതത്തിന്റെ മുഴുവൻ അധ്യാത്മശാസ്ത്രവും മുക്കാൽ ഭാഗവും വ്യാസനിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ മനുഷ്യന്റെ മഹത്വത്തിനും അതുപോലെ തന്നെ ആ ജാതിക്കും തമ്മില് ജാതിയുമായി അതിനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വ്യക്തി മഹാത്മ്യത്തിനും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കൃത്രിമത്വമൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ ജാതി നിർണയത്തിൽ വെച്ച് തന്നത്. അപ്പോൾ വ്യാസൻ എന്തൊക്കെ അധ്യാത്മ ഗ്രന്ഥങ്ങളാണ് എഴുതിയേക്കണെന്ന് നമുക്കൊന്നും അറിയണ്ടേ? ഏതൊക്കെയാണ് വ്യാസൻ രചിച്ചിരിക്കുന്നത്? ആദ്യം വേദത്തെ 4 ആക്കി അല്ലെ? അരുമറ 4 ഒരിക്കലോതി മുന്നം കരിമുകൽ വർണ്ണനു പങ്കു ചെയ്ത് നൽകി എന്ന് പറയുന്നിടത്ത് ആ വേദം വന്നത് പരമപുരുഷനിൽ നിന്നാ വന്നത്. അത് 4ആയിട്ട് പകുത്ത് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് വേദവ്യാസന്. അങ്ങനെ വേദം 4 ആക്കി വേദത്തെ ആകെ കാച്ചി കുറുക്കി ബ്രഹ്മസൂത്രം എഴുതി. 555 സൂത്രങ്ങളിലായി. പിന്നെ 18 പുരാണങ്ങൾ എഴുതി. അതിനു മുമ്പ് മഹാഭാരതം ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന മഹാഭാരതം എഴുതൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. വേദങ്ങൾ 4 ആക്കി ബ്രഹ്മസൂത്രം രചിച്ചു. വേദത്തിന്റെ സത്തെടുത്ത് ബ്രഹ്മസൂത്രം രചിച്ചു.
18 പുരാണങ്ങൾ എഴുതി, മഹാഭാരതം എഴുതി, അതിൻ്റെ ഉള്ളിൽ ഭഗവത്ഗീത വെച്ചു, ഉപനിഷസാരമായ ഭഗവത്ഗീത വെച്ചു. ഇതൊന്നിനും തൃപ്തിയാകാതെ ശ്രീമദ് ഭാഗവതം, ഭക്തിക്ക് പ്രാധാന്യമേറിയ ഭാഗവതം, അതിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന ഗ്രന്ഥങ്ങളാണല്ലോ, സാരം എടുത്തിട്ടാണല്ലോ നാരായണീയവും ലളിതാ സഹസ്രനാമവും അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വ്യാസനെ നമസ്കരിക്കാതെ നമുക്ക് നാരായണം, പത്മഭുവം, വസിഷ്ഠം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഗുരുപരമ്പരയെ വന്ദിക്കുന്നത് അതുകൊണ്ടാണ്. അവരിൽ നിന്ന് സ്വീകരിച്ചതാണ് നാം തലമുറയായി കൈമാറ്റം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഗുരുവും അത് സ്വീകരിച്ചും കൊണ്ടുമാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി മറസൂത്രിച്ച മുനിയായ വ്യാസനെ ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനി ബ്രഹ്മസൂത്രം എന്ന് വെറുതെ ഒരു ഹെഡിങ് എഴുതി വെക്കുക, ചെറുതായിട്ടൊരു വിവരണം കൊടുക്കുക ബ്രഹ്മസൂത്രത്തെ കുറിച്ച്. അതായത് 555 സൂത്രങ്ങളുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. വേദാന്ത സൂത്രം പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കണ്ടേ? ആദ്യം ഉണ്ടായത് ബ്രഹ്മസൂത്രമാണ്. അപ്പൊ അതിൽ പക്ഷേ 555 സൂത്രങ്ങളിലായി വേദത്തെ ചെറിയ ചെറിയ വാക്കുകളിലാക്കി ഒതുക്കുന്നതിനെയാണ് സൂത്രം എന്ന് പറയാ. സൂത്രം എന്താന്നൊക്കെ നമുക്ക് പഠിക്കാം. 555 സൂത്രങ്ങൾ എഴുതിയത് വേദവ്യാസൻ, ബാദരായണ ഋഷി. ഇനി ബ്രഹ്മസൂത്രത്തിന് 4 അധ്യായങ്ങളുണ്ട്. വെറുതെ കുറിച്ചിട്ടോ, ബ്രഹ്മസൂത്രത്തിന് 4 അധ്യായങ്ങളുണ്ട്. നമ്മൾ ബ്രഹ്മസൂത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയണ്ടേ? അധ്യാത്മശാസ്ത്രത്തിൽ വേദാന്ത സൂത്രം പഠിക്കുമ്പോൾ 4 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തിനും 4 പാദങ്ങളുണ്ട്. ബ്രഹ്മസൂത്രത്തിന് മൊത്തം 4 അധ്യായം, ഓരോ അധ്യായത്തിനും 4 പാദങ്ങളുണ്ട്. അപ്പൊ 4 16 പാദങ്ങളുണ്ട് അല്ലെ? 4ആയിട്ട് തിരിച്ചു. ഓരോ അധ്യായത്തിനും 4 പാദങ്ങൾ വരുമ്പോൾ 16 പാദങ്ങൾ അല്ലെ? ഈ 16 പാദങ്ങളിലായി നിരവധി അധ്യായങ്ങളുണ്ട്. നിരവധി അധ്യായങ്ങൾ. അതിന്റെ ബേസിൽ ഓരോ അധ്യായത്തിന്റെ കൂടെ നിരവധി അധ്യായങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. ആകെ 555 സൂത്രം 4ആയിട്ട് തിരിച്ചു. ഓരോ 4 അധ്യായത്തിനും എന്തായിട്ട് ഓരോ അധ്യായങ്ങൾക്കും 4 പാദങ്ങളുണ്ട്. അങ്ങനെ 16 പാദങ്ങൾ. ഈ 16 പാദങ്ങളിലുമായി നിരവധി അധ്യായങ്ങളും ഉണ്ട് ബ്രഹ്മസൂത്രത്തിൽ. അതാണ് അതിന്റെ ബേസ്. നമുക്ക് കൂടുതൽ നമ്മൾ കൃതിയിലേക്ക് വരുമ്പോൾ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് കോട്ട് ചെയ്തൊക്കെ പഠിക്കാം. ഗുരുവിന്റെ കൃതിയും കോട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വേണം പോവാൻ. അതുകൊണ്ട് ഗുരുവിന്റെ കൃതികൾ സമ്പൂർണമായി നമുക്ക് വേദാന്ത സൂത്രം പഠിക്കുമ്പോൾ ഏതൊക്കെ ഏതിൽ വരുന്നു എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അപ്പൊ നോക്കാം, BC അതിന് എൻ്റെ ഒരു കാലഗണന പറയുമ്പോൾ BC 1000-നും 500-നും ഇടയിലാണ് ബ്രഹ്മസൂത്രം രചിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. BC 1000-നും 500-നും ഇടയിൽ. അപ്പോ ശങ്കരാചാര്യർക്ക് ശേഷം ശങ്കരാചാര്യരാണ് ഈ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യമെഴുതി ശങ്കര ഭഗവത്പാദൻ. അനേകം പുടങ്ങളിലായിട്ട് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചു ശങ്കര ഭഗവത്പാദർ. അത് അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന രീതിയിലായിരുന്നു ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചത്. ഗുരു പറഞ്ഞു, തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു അല്ലെ? പക്ഷേ പിന്നീട് വന്ന പണ്ഡിതന്മാരൊക്കെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചിട്ടുണ്ട്. കുറേ ഭാഷ്യങ്ങൾ വന്നിട്ടുണ്ട്. രാമാനുജാചാര്യര് വന്നു, പിന്നെ മധ്വാചാര്യര് ദ്വൈതം, രാമാനുജാചാര്യര് വിശിഷ്ടാദ്വൈതം, നിംബാർക്കൻ, ഭാസ്കരൻ, യാദവ പ്രകാശൻ, ശ്രീകണ്ഠൻ, ശ്രീപതി, വല്ലഭൻ, ശുകൻ, വിജ്ഞാന ഭിക്ഷു, ബലദേവൻ എന്നിവർ ഭാഷ്യം ചമച്ച് ഭിന്ന ഭിന്ന മതങ്ങൾ ഉണ്ടാക്കി. കാര്യം, ശങ്കരാചാര്യരാണ് ബ്രഹ്മസൂത്രത്തിന് അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള, സമർത്ഥിക്കുന്ന രീതിയിലുള്ള ഭാഷ്യം ചമച്ചത്. മറ്റു പല ആചാര്യന്മാരും ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചപ്പോൾ അവർ അവരുടെ മതത്തെ, മതം എന്ന് പറഞ്ഞ അഭിപ്രായം, അവരുടെ അഭിപ്രായത്തെ സമർത്ഥിക്കുന്ന രീതിയിലുള്ള പദങ്ങൾ കൂട്ടിച്ചേർത്ത് അതിനെ സമർത്ഥിച്ചു. അപ്പോൾ ആകെ കലുഷിതമായി. ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം എന്നുള്ള രീതിയിൽ മലീമസമായി. ഭിന്ന അഭിപ്രായങ്ങൾ കൊണ്ട് മലീമസമായി മാറി. ഗുരു അവിടെ ഒന്നും തൊട്ടില്ല. കാരണം അക്കാലത്തൊരു നിയമമുള്ളത്, ഒരാൾ പണ്ഡിതനാണെന്ന് അറിയണമെങ്കിൽ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമച്ചിരിക്കണം എന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു നിലയിൽ വെച്ചുകൊണ്ട് ഭാഷ്യങ്ങൾ എഴുതി 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 ഒത്തിരി ഒത്തിരി വാദങ്ങളും പ്രതിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി നിരവധി പ്രസ്ഥാനങ്ങളും ഗ്രന്ഥങ്ങളും പിന്നെ വന്നു. ഈ ഒറ്റ ബ്രഹ്മസൂത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി അഭിപ്രായങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ വേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ ഗുരു സ്വീകരിച്ചിരിക്കുന്നത്, ആ തത്വപരമായി ഗുരു സ്വീകരിച്ചിരിക്കുന്നത് ഏകതയെ അരക്കിട്ടുറപ്പിക്കുന്ന ശങ്കര ഭഗവത്പാദ രചിച്ച അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന ഭാഷ്യം തന്നെയാണ്. അവിടെയും പുഴുക്കുത്തുകളുണ്ട്. അപ്പോൾ അപ്പോഴും ഗുരു അതിനെയും ആ കുറച്ച് ഭാഗത്തെയും ഗുരു നിരാകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ വിദണ്ഡ വാദത്തിലേക്കും തർക്കത്തിലേക്കും ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് ഗുരു ഒരു ഭാഷ്യരചനയ്ക്കും തയ്യാറായില്ല. ഭാഷ്യരചനയ്ക്കൊന്നും പോകാതെ വേദത്തെ ആകെ എടുത്തിട്ട് 24 സൂത്രങ്ങളിലായിട്ട് ആ ആദ്യത്തെ ബ്രഹ്മസൂത്രത്തിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങളെ, അഴുക്കുകളെ ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ 24 സൂത്രങ്ങളാക്കി അതിനെ സൂത്രിക്കുക ചെയ്തത് ഗുരു. അപ്പൊ ഇവിടെ സൂക്തികാരനായ ഗുരുവിനെ പഠിക്കുമ്പോൾ ആ അധ്യാത്മശാസ്ത്രത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒരു വാദവും തർക്കവും വിദണ്ഡവും ഒന്നുമില്ലാതെ ഇനി ഒരു തലമുറ വരുമ്പോൾ ഈ വേദാന്ത സൂത്രത്തിനൊരു ഭാഷ്യം രചിക്കണം എന്നും ഒരു നില വരുമ്പോൾ, കാരണം നമുക്ക് പഠനം ഉണ്ടാവണം, ഈ പഠിക്കുന്നത് പറഞ്ഞു കൊടുക്കണം, ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം പണ്ഡിതന്മാരുടെ, കാരണം ഇതിന് ഭാഷ്യം വരണം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് അതിനെ മലീമസമാക്കാൻ പറ്റാത്ത തരത്തിലാണ് ഗുരു ആ സൂത്രത്തെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വേദാന്ത സൂത്രത്തിൽ, ബ്രഹ്മസൂത്രത്തിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പോർഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ വരില്ല. കാരണം ഒരു വാക്കും കൊണ്ടും അതിനെ കളങ്കപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് ഓരോ സൂത്രങ്ങളും ഗുരു അവിടെ രചിച്ചിട്ടുള്ളത്, അത് നമുക്ക് തന്നിട്ടുള്ളത്. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം. അപ്പോ പ്രസ്ഥാനത്രയങ്ങൾ പറഞ്ഞു. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. ഉപനിഷത്ത് നമ്മളെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന വഴികളാണ് നമ്മൾ പറഞ്ഞു. ഭഗവത്ഗീതയും ഇതുപോലെ തന്നെ എന്താ പറയാ, മഹാഭാരതത്തിന്റെ ഒത്ത നടുക്കുള്ള ഭീഷ്മ പർവത്തിൽ വരുന്ന ഭാഗമാണ് ഭഗവത്ഗീത. അത് ഉപനിഷത്ത് സാരമാണ്. പക്ഷെ അതിൻ്റെ ഒരു സന്ദർഭം ഇത്തിരി പ്രത്യേകതയുണ്ട്. വനാന്തരങ്ങളിലോ ശാന്തമായിരുന്നുള്ള ഋഷിയുപദേശം അല്ലായിരുന്നു. തീരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ യുദ്ധക്കളമാണ് മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ രചനാ സന്ദർഭം, രചനാ പ്ലാറ്റ്ഫോം. അപ്പോൾ ഒരുവൻ ജ്ഞാനത്തിലേക്ക് എത്തിയിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പതറിപ്പോകുന്ന സന്ദർഭമാണ് അർജുനുണ്ടായത്. നമ്മളൊക്കെ അങ്ങനെയാ. നമ്മൾ വേദാന്തം ഒക്കെ പഠിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പഠിച്ച വേദാന്തം അവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റാതെ നമ്മൾ തളർന്നു പോകുന്നുണ്ട്. അതുപോലൊരു തളർച്ചയാണ് അവിടെ അർജുനൻ ഉണ്ടായത്. ആ തളർച്ചയിൽ ഈ പഠിച്ച പാഠങ്ങളെ ഈ കർമ്മത്തിലേക്ക് എങ്ങനെ ഈ ജ്ഞാനത്തെ സമന്വയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തിലേക്ക് അതിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു രീതിയാണ് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ കൃഷ്ണൻ എന്തിനാ കൊല്ലാൻ അർജുനനോട് പറഞ്ഞതെന്നല്ല, അവിടെ കൃഷ്ണനോട് കൊല്ലണ്ട, നീ തപസ്, അർജുനനോട് കൊല്ലണ്ട, നീ തപസ് ചെയ്തോ എന്ന് പറയുമ്പോൾ തപസ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലുള്ള ഒരാളല്ല അർജുനൻ. ക്ഷത്രിയനാണ്, സ്വകർമ്മം ചെയ്യണം, യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. അവിടെയും പറയുകയാണ്, ഈ ഭൗതികതയ്ക്കപ്പുറം ആരെയും നീ കൊല്ലുന്നില്ല. ജനനം അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നൊക്കെ ഉപനിഷത്ത് തത്വം കോരിയിട്ടുകൊണ്ടാണ് പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞു കൊടുക്കുന്നത്. ശരീരേ പോവുള്ളൂ, ആത്മാവിനെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന വേദാന്ത തത്വത്തോടെ ഉപനിഷത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയും ജ്ഞാനം ഉപദേശിക്കുന്ന സന്ദർഭം ഒത്തിരി ബഹളായമാനമായ അന്തരീക്ഷമാണ്. പക്ഷെ അതും നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇനി അപ്പോൾ ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, പ്രസ്ഥാനത്രയങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് ചെറിയൊരു വിവരം പറഞ്ഞു. ഉപനിഷത്ത് നമ്മൾ ഒരു ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞതാണ്.
ഉപനിഷത്ത് വേദസാര സംഗ്രഹമാണ്, പരമമായ സത്യമാണ് അതിലിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സൂത്രം. നമ്മുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള പാഠഭാഗം വേദാന്ത സൂത്രം എന്നാണ്. എന്താണ് സൂത്രം? വെറുതെ ഒരു ഹെഡിങ് എഴുതി വെക്കുക, സൂത്രം. അതെ അതെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ടത് ഈ ഉപനിഷത്ത് കാലത്തിന് ശേഷമാണ് സൂത്ര പീരീഡ് വരുന്നത്. സൂത്ര കാലഘട്ടം വേദിക് പീരീഡിന് ശേഷമാണ് സൂത്ര പീരീഡ് വരുന്നത്. അത് ഒരു സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പീരീഡാണ് സൂത്ര പീരീഡ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ആധ്യാത്മശാസ്ത്രങ്ങളുടെയൊക്കെ ഒരു രീതിയെ ആ ഋഷിമാരുടെ തലയാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ സൂത്രരൂപത്തിലുള്ള സാഹിത്യരചന സംസ്കൃത സാഹിത്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് ശാസ്ത്രങ്ങൾ സൂത്രരൂപത്തിൽ ചെറു വാക്യങ്ങളായി നിബന്ധിച്ച് വെക്കുന്നത് പ്രാചീന ഭാരത സംസ്കാരത്തിന്റെ ഒരു ശീലമാണ്. അതായത് ശാസ്ത്രങ്ങൾ ചെറു സൂത്രങ്ങളായിട്ട് ഘടിപ്പിച്ച് വെക്കുക പ്രാചീന ഭാരത സംസ്കാരത്തിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ശൈലിയാണ് സൂത്ര ശൈലി. ഉപനിഷത്ത് കാലഘട്ടത്തിന് ശേഷമാണ് സൂത്ര പീരീഡ് വരുന്നത്. എന്തിനാ ഇതെന്ന് വെച്ചാൽ, എന്തിനാ സൂത്രരൂപത്തിൽ വെക്കണേ? കാരണം അച്ചടി ഉണ്ടായിരുന്നില്ല. ഗുരുമുഖത്ത് നിന്ന് കേട്ടത് ശിഷ്യന്റെ ശ്രവണപുടങ്ങളിലൂടെ നേരെ ഹൃദയത്തിൽ പതിച്ചിരുന്നു. അവിടുന്ന് മറ്റൊരു ചെവിയിലേക്ക് ഇത് കൊടുത്തിരുന്നു. അങ്ങനെ കർണപുടങ്ങളിലേക്ക് പോയിരുന്ന ശ്രുതിയെ അച്ചടിച്ച് വെക്കാനുള്ള രീതി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇത് സൂത്ര രൂപത്തിലാക്കി വെച്ചു. ഇപ്പൊ നമ്മളൊരു പ്രഭാഷണം തയ്യാറാക്കുവാണ്. ഒരു 10 പേജുള്ള പ്രഭാഷണം തയ്യാറാക്കിയിട്ട് നമ്മൾ അതിനെ 5 പോയിന്റ് ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യത്തെ പോയിന്റ് കാണുമ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിൽ ഞാൻ എന്തെല്ലാം കാര്യമാണ് ഉൾപ്പെടുത്തിയേക്കണത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ പ്രഭാഷണം തയ്യാറാക്കിയാൽക്കേ പറ്റുള്ളൂ. അല്ലേ തുളസീധരൻജി? വേറൊരാൾക്കെടുത്ത് ആ പോയിന്റ് എടുത്താൽ മനസ്സിലാവോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവോ? ഇല്ല. അതായത് ആ വേദത്തെ ഉദ്ദേശിച്ചിരിക്കുന്ന പരമമായ അല്ലെങ്കിൽ ആ സൂത്രത്തിൽ ഉൾക്കൊള്ളിരിക്കുന്ന ജ്ഞാനത്തെ പഠിച്ചിട്ട് അറിഞ്ഞിട്ട് അത് മനസ്സിലാകുന്നതിന് വേണ്ടി സൂത്രരൂപത്തിൽ നിബന്ധിച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മളെ പോലെയുള്ളവർക്ക് അത് പഠിക്കണമെങ്കിൽ ഭാഷ്യം വേണം, വ്യാഖ്യാനം വേണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ ഒരാശയത്തെ, വിപുലമായ ഒരാശയത്തെ വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വ്യഞ്ചിപ്പിക്കുന്നു. അതാണ് സൂത്രം. നിർവചനമൊക്കെ പഠിക്കുക, അതിന്റെ ഡെഫിനിഷനൊക്കെ പഠിക്കുക. വളരെ വിപുലമായ ഒരു ആശയത്തെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപനിഷത്ത് കാലഘട്ടത്തിൽ ഒന്ന് നോക്കണം. സൂത്ര പീരീഡ് വന്ന കാലം എന്തിനു വേണ്ടി സൂത്ര പീരീഡ് വന്നു? പഠിച്ച ജ്ഞാനത്തെ ഓർക്കുന്നതിന് വേണ്ടി, ഓർമ്മിച്ചെഴുതുന്നതിന് വേണ്ടി സൂത്ര രൂപത്തിൽ എഴുതി വെക്കുന്നു സൂത്ര പീരീഡ്. നമ്മുടെ വേദാംഗങ്ങളും ഷഡ്ദർശനങ്ങളും എല്ലാം സൂത്രരൂപത്തിലാണ്. അത് നമ്മൾ പഠിക്കും. അങ്ങോട്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപം പറഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഓർമ്മയിൽ നിർത്തി പറയുക. സൂത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സൂത്രപ്പണിയൊന്നുമല്ല, ഓർമ്മയിൽ വച്ച് നിർത്തിക്കൊണ്ട്, അതായത് ഗ്രന്ഥമായി എഴുതി സൂക്ഷിക്കാതെ ഓർമ്മയിൽ നിർത്തിക്കൊണ്ട് പറയുക. അതാണ് എന്താ എളുപ്പം. അപ്പോ എത്ര ഉപനിഷത്തുകൾ നമുക്ക് ഈ ചെറിയ സൂത്രങ്ങൾ കൊണ്ട് പഠിക്കാം. അപ്പൊ ഗുരു എന്തൊക്കെ ഉൾപ്പെടുത്തിയെന്ന് അറിയാൻ നമുക്കൊക്കെ ആകാംക്ഷയുണ്ട്. അപ്പോ അത് എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ ഹൃദിസ്ഥമാക്കി വെക്കാൻ, ബൈഹട്ട് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ്. എന്തിനാ സൂത്രരൂപത്തിൽ വെക്കണത്? ഇത് ഹൃദിസ്ഥമാക്കി വെക്കാൻ എളുപ്പമാണ്. ഒരു ചെറിയ സൂത്രം കാണുമ്പോൾ നമുക്ക് വലിയൊരു ആശയത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനാണ്. അപ്പോൾ ഗ്രന്ഥമായി എഴുതി സൂക്ഷിക്കാതെ ഓർമ്മയിൽ നിർത്തിക്കൊണ്ട് പറയുന്നതാണ് സൂത്രം. വിപുലമായ ആശയത്തെ കൊച്ചു ചിമിഴിൽ, കൊച്ചു വാക്യത്തിലായി ഒതുക്കിയിരിക്കുന്നു. അച്ചടി നിലവിൽ വരാത്തൊരു കാലഘട്ടത്തിലാണ് ഈ ശൈലി നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പാഠം പഠിച്ചവർക്കാണ് സൂത്രം കൊണ്ട് പ്രയോജനം. വേദം മുഴുവൻ പഠിച്ച്, ഉപനിഷത്ത് മുഴുവൻ പഠിച്ചവർക്കാണ് ഈ സൂത്രം കൊണ്ട് പ്രയോജനം. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഈ സൂത്രം പഠന വിധേയമാക്കണം. ജ്ഞാനത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഗുരുവിന്റെ കൃതികളിലേക്ക് പോകണം. നമ്മൾ അങ്ങനെ ഇത് പഠിക്കാൻ പോണേ. കാരണം ഇതിലിരിക്കുന്ന പലരും ഗുരുവിന്റെ പല കൃതികളും ഇപ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേദാസൂത്രം തുടങ്ങിയേക്കണേ.
ഒറ്റ ഉപനിഷത്ത് പഠിച്ചാൽ എല്ലാ ഉപനിഷത്തിന്റെയും സാരം നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞൊരു ഉപനിഷത്താണ്, ഗുരു നമുക്ക് തന്ന ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്, അല്ലെ? അപ്പോ അതറിഞ്ഞവർക്ക് വേദാസൂത്രം പഠിക്കാൻ എളുപ്പമാവും. അല്ലെങ്കിൽ നമുക്ക് ഗുരുവിന്റെ കൃതികളിലൂടെയൊക്കെ സഞ്ചരിച്ച് വേണം ഇത് പഠിക്കാൻ. ഓർക്കേണ്ട കാര്യം, നമ്മൾ ഓർക്കേണ്ട ഒരു മെയിൻ പോയിന്റ്, സൂത്രകൃതികളിൽ പറയുന്ന മുഴുവൻ ഭാഗവും വേദങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ യോഗസൂത്രമൊക്കെ പഠിക്കണില്ലേ? നമ്മൾ കയ്യിനും കാലിനും ആരോഗ്യം കിട്ടാനും മനസ്സിന് എനർജി കിട്ടാനും ഒന്നും അല്ല, വേദജ്ഞാനത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രരൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ വേദങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സൂത്രകൃതികളുടെ മുഴുവൻ ഭാഗങ്ങളിലും പറയുന്നത്. അതൊന്ന് ഓർത്തു വെച്ചോണം കേട്ടോ. വേദവുമായി ബന്ധപ്പെട്ടതാണ്, വേദ അനുബന്ധ വിഷയങ്ങളാണ് സൂത്രരൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, സൂത്രവുമായി ബന്ധപ്പെട്ട് എടുത്തു വെച്ചിരിക്കുന്നത് വേദ അനുബന്ധ വിഷയങ്ങളാണ്. ഇനി വേദത്തെ അറിയുന്നതിന് മുമ്പ് വേദാംഗങ്ങൾ അറിയണം. വേദാംഗങ്ങൾ എത്ര എണ്ണം ഉണ്ട്? നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു പോയായിരുന്നു. വേദാംഗങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മള് സൂത്രം എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തു. ഇനി അതിന്റെ താഴെ നമ്മൾ വേദാംഗങ്ങൾ എന്ന് കൊടുക്കുക. വേദാംഗം വളരെ ശ്രദ്ധയോടെ പഠിക്കണം. സൂത്ര പീരീഡ് ഓർമ്മിച്ച് വെക്കുന്നതിനാണ്. വലിയൊരാശയത്തെ ചെറിയ വാക്കുകളിലായി തന്നിരിക്കുന്നു. ഉപനിഷത്ത് കാലഘട്ടത്തിന് ശേഷമാണ് സൂത്ര പീരീഡ് വരുന്നത്. അത് സംസ്കൃത സാഹിത്യത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, വേദം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു ശാസ്ത്രമാണ് വേദാംഗം. വേദാംഗങ്ങളും സൂത്രരൂപത്തിൽ തന്നെയാണ് രചിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ശിക്ഷ കേട്ടോ. 6 വേദാംഗങ്ങൾ, 6 എണ്ണമാണ്. ഷഡ് എന്ന് പറഞ്ഞാൽ 6 വേദാംഗാനി ഷഡ് 6. 1 ശിക്ഷ. ശിക്ഷ എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് എന്നല്ല അർത്ഥം, ശബ്ദശാസ്ത്രം എന്നർത്ഥം. ശബ്ദശാസ്ത്രം, ശിക്ഷ. അതായത് നമ്മള് ഉച്ചാരണ ശാസ്ത്രം എന്ന് പറയും. ഉച്ചാരണശാസ്ത്രം അതായത് തെറ്റുകളെ ഒഴിവാക്കി ഒരു വാക്കിനെ കൃത്യമായി ഉച്ചരിച്ചു കൊണ്ടുപോകാനുള്ള ശാസ്ത്രമാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം പദ്ധതികളാണ് ഋഷിമാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. തെറ്റുകൾ വരാനേ പാടില്ല. ഇപ്പൊ ഗുരുവിന്റെ കൃതികളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് തെറ്റ് വരുമ്പോൾ ഋഷിമാർക്ക് അത് സഹിക്കില്ല, അല്ലേ? ഗുരു എപ്പോഴും പറയും ചൊല്ലാൻ എളുപ്പമെന്ന് കരുതി തെറ്റായ വാക്ക് പ്രയോഗിക്കരുത് അല്ല. അത് ഋഷിമാരുടെ ആ ഒരു രീതിയാണ്. അതിലാണ് ശിക്ഷാശാസ്ത്രം പഠിക്കണം വേദം പഠിക്കുന്നതിന് മുമ്പ്. അപ്പൊ പറയാണ് ഉച്ചാരണ ശാസ്ത്രമാണ് ശിക്ഷാശാസ്ത്രം. തെറ്റിനെ ഒഴിവാക്കി വാക്കിനെ കൃത്യമായി ഉച്ചരിച്ചു കൊണ്ടുപോകുവാനുള്ള ശാസ്ത്രമാണ് ശിക്ഷാശാസ്ത്രം, ഉച്ചാരണ ശാസ്ത്രം. രണ്ടാമത്തെ വേദാംഗമാണ് കൽപ്പം എന്ന് പറയും. അതായത് വൈദികമായ കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തെ വിവരിക്കുന്ന ശാസ്ത്രം. വൈദിക കർമ്മങ്ങൾ, വേദസംബന്ധമായ കർമ്മങ്ങളല്ലോ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് പറയുന്ന ശാസ്ത്രമാണ് കൽപ്പം. അപ്പൊ ശിക്ഷ, ഉച്ചാരണം, ശബ്ദശാസ്ത്രം തെറ്റാതെ ഉച്ചരിച്ചു കൊള്ളണം. വേദത്തിൽ ഒരു വാക്കിന്റെ ഒരക്ഷരം മാറിപ്പോയാലും അവിടെ പിഴയ്ക്കും. അതുകൊണ്ട് തെറ്റായ ഉച്ചാരണം വരാതെ ശുദ്ധവും നേരായ രീതിയിലുള്ള ഉച്ചാരണം പഠിപ്പിക്കുന്നു ശിക്ഷ. കൽപ്പം വൈദിക കർമ്മങ്ങളെ എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഇനി നിരുക്തം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിരുക്തം. അർത്ഥനിർവചനം. നമ്മളിപ്പോൾ ഒരു വാക്കിന് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെയാണ് അതിന് അർത്ഥം പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ആ രീതി പറ്റില്ല. വേദത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ നിരുക്തം പഠിച്ചിരിക്കണം. നിരുക്ത ശാസ്ത്രത്തിൽ വൈദിക പദങ്ങളുടെ, നമ്മൾ ഈ യാസ്ക നിരുക്തത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൈദിക പദങ്ങളുടെ അർത്ഥനിർണയം നടത്തുന്ന ശാസ്ത്രമാണ് നിരുക്തം. അത് തെറ്റായി അർത്ഥനിർണയം നടത്തിയിട്ടാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന തെറ്റായ ആചാരക്രമങ്ങൾ ഉള്ളത്. ശങ്കര ഭഗവത്പാദരുടെ കാലത്ത് ഇതുപോലെ വേദത്തിൽ നിന്ന്, തത്വത്തിൽ നിന്ന് പിഴച്ചു പോയിട്ട് ജ്ഞാനത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് കർമ്മകാണ്ഡത്തിലേക്ക് മാത്രം പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ്
ആചാര്യസ്വാമികൾ അതിനെ ജ്ഞാനത്തിലേക്ക് ഉയർത്തിയതും അദ്വൈതത്തെ പ്രോജ്വലിപ്പിച്ചതും ബ്രഹ്മസൂത്രത്തിനും ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം ചമച്ചു തന്നതും ആ കൃപാലുവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൽ കടന്നുകൂടി ചില തെറ്റുകളൊക്കെ ഗുരു നമ്മൾ സൂചിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഗുരുക്കന്മാർക്കേ പറയാൻ പറ്റുള്ളൂ, നമുക്കത് പറയാനുള്ള ശക്തിയൊന്നുമില്ല. അപ്പോൾ അദ്വൈതം നഷ്ടപ്പെട്ട് ദ്വൈതത്തിലേക്ക് പോയ കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തെ പ്രോജ്വലിപ്പിക്കുന്ന രീതിയിൽ ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം ചമയ്ക്കുന്നത്. അതിൽ ഏത് പുഴുക്കത്ത് കടന്നുകൂടിയാലും സത്യത്തിനെ മറയ്ക്കാൻ ഒരു കാലത്തും ആർക്കും പറ്റില്ല. ഗുരു അതുകൊണ്ടാണ് അതിനെ എല്ലാം സംശുദ്ധീകരിച്ചുകൊണ്ട് 24 സൂത്രങ്ങളിലാക്കി നമുക്ക് തന്നത്, വേദാന്ത സൂത്രമാക്കി തന്നത്. അപ്പോൾ നമുക്കിനി അത് പഠിക്കാം. അത് പഠിച്ച് ഉപനിഷത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അപ്പൊ നിരുക്തം എന്ന് പറഞ്ഞാൽ വൈദിക ശബ്ദങ്ങളുടെ അർത്ഥനിർണയം നടത്തുന്ന ശാസ്ത്രശാഖയാണ് നിരുക്തം. വേദങ്ങളെ വ്യാഖ്യാനിക്കാനായി ഉടലെടുത്ത ശാസ്ത്രം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോ വസ്ത്രം എന്നൊരു വാക്ക്, വെറുതെ അതിന്റെ നിരുക്തി നോക്കുമ്പോൾ വസ്ത്രം എന്ന വാക്ക്, വപുഹു ത്രായതേ ഇതി വസ്ത്രം. വപുഹു എന്ന് പറഞ്ഞ ശരീരം, ശരീരത്തെ രക്ഷിക്കുന്നത് കൊണ്ടാണ് വസ്ത്രം എന്ന പേര് വന്നത്. അവിടെ വപുഹു എന്ന പുകാരത്തിന് ലോപം വന്ന് വസ്ത്രം എന്ന രൂപം വന്നിരിക്കുന്നതാണ് അവിടെ. അതെങ്ങനെ ലോപം വന്നു എന്നൊക്കെ നിയമങ്ങളിൽ യാസ്ക നിരുക്തത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രത്തിന് പോലും അതിനെ നിർവചിക്കുമ്പോൾ വിപുലമായ അർത്ഥമുണ്ട്, അല്ലെ? പാതേന പിബതി ഇതി പാദപം. പാദം കൊണ്ട് കുടിക്കുന്നവൻ, വേരുകൊണ്ട് വെള്ളമെടുത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് പാതപം എന്ന പേര് വന്നത്. ഇങ്ങനെ ഓരോ പദങ്ങളുടെയും അർത്ഥനിർണയം നടത്തുന്ന ശാഖയാണ് നിരുക്തം. ഇപ്പോ ഒരു വേദത്തിലെ ഒരു മന്ത്രമാണ് അധ്വരേ പശും ഹിംസ്യാത്. അധ്വരേ യാഗത്തിൽ പശും ഹിംസ്യാത്, പശുവിനെ ഹിംസിക്കണം. അങ്ങനെയല്ലേ നമ്മൾ അർത്ഥം എടുക്കുള്ളൂ. യാസ്ക നിരുക്തം നോക്കാതെയാണ് ഇതിനർത്ഥം എടുക്കണമെങ്കിൽ ദീനരോധനങ്ങളായിരിക്കും യാഗശാലയിൽ കാണുന്നത്. ഇഷ്ടംപോലെ മൃഗങ്ങളുടെ കരച്ചിലുകൊണ്ട് മലീമസമായിരുന്നു വൈദിക കാലഘട്ടത്തിലെ അർത്ഥനിർണയം. തെറ്റായ അർത്ഥനിർണയത്തോടുകൂടെ യജ്ഞയാഗങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ അർത്ഥം എന്താ? അധ്വരത്തിലേക്ക്, വേദത്തിലേക്ക്, പശു എന്ന് പറഞ്ഞാൽ പശുഭാവത്തെ, നമ്മുടെ പശുത്വം നമ്മളിലൊക്കെ ഉണ്ട്, മൃഗത്വമുണ്ട്, അജ്ഞാനഭാവമുണ്ട്. ആ അജ്ഞാനഭാവത്തെ ഹിംസ്യാതെ സമർപ്പിക്കണം. യജ്ഞത്തിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഹോമോദ്രത്തിൽ ഗുരു പറഞ്ഞു തന്നില്ലേ, കണ്ണുകൊണ്ടും നമ്മൾ എടുക്കുന്ന വിഷയങ്ങളെ സകലതിനെയും ഹോമിക്കണം, അവസാനം ഞാനിനെയും ഹോമിക്കണം എന്ന് പറഞ്ഞില്ലേ. അതുപോലെ നമ്മളുടെ അജ്ഞാനത്തെ ഹോമിക്കണം എന്ന അർത്ഥം. അതിന് പകരം പാവപ്പെട്ട ജന്തുക്കളുടെ ദീനരോധന, അതുങ്ങളെ തലയറുത്ത് കൊന്ന് രക്തം ഹോമിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ശാസ്ത്രത്തിനുള്ള പ്രാധാന്യം എന്തെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് നിരുക്തശാസ്ത്രമൊക്കെ നമ്മൾ വേദം പഠിക്കുന്നതിന് മുമ്പ് നിരുക്തശാസ്ത്രമൊക്കെ പഠിക്കണം. അത് പഠിച്ചിട്ടാണ് ഉപനിഷത്ത് വിദ്യയിലേക്കൊക്കെ ശിഷ്യഗണങ്ങൾ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചത്. അടുത്തത് അപ്പോ ശിക്ഷ, കൽപ്പം, നിരുക്തം, ജ്യോതിഷം. അടുത്താണ് ഇപ്പൊ ഈ ജ്യോതിഷം വന്നത് എന്തിനാണെന്നറിയോ? ജ്യോതിഷം വന്നതും ഈ യജ്ഞയാഗാദികൾ ചെയ്യുന്നതിന്റെ കാലഗണനയും സമയവും തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാ. നമ്മളത് പിൽക്കാലത്ത് എന്തിനാക്കി വെച്ചു? ഗ്രഹങ്ങളുടെ നിയമം അനുസരിച്ച് മനുഷ്യന്റെ ഭൂതഭാവിയൊക്കെ നിർണ്ണയിക്കാനാക്കി മാറ്റിവെച്ചു നമ്മളതിന്. ജ്യോതിഷത്തിന്റെ ഉത്ഭവം നമ്മൾ നോക്കണം. വേദങ്ങളിലെ വാക്കുകളുടെയും ഭാഷയുടെയും ഘടനയും ശരിയായ ഉപയോഗവും വിശദീകരിക്കുന്ന പഠനശാഖയാണ്. ഒന്നുകൂടി പറയാം. വേദങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അതുപോലെ തന്നെ അതിലുപയോഗിക്കുന്ന ഭാഷയുടെ ഒക്കെ, വാക്കുകളുടെയും അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷകളുടെയും ശരിയായ ഘടന എന്താണ്, ഇതിനെയൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിന്റെ ഉപയോഗം, ഇതിനെയൊക്കെ വിശദീകരിക്കുന്നതിനാണ് വ്യാകരണ ശാസ്ത്രം വന്നേക്കുന്നത്. ഇത് ധാരാളം എന്താ പറയാ, ധാരാളം ഒരു വാക്കിന്റെ തന്നെ പല രൂപഭേദങ്ങള്, സന്ധി നിയമങ്ങള് ഒക്കെ വ്യാകരണത്തിൽ വരുന്നുണ്ട്. അതും ജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ടായ ശാസ്ത്രശാഖയാണ്. നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങി ജോലി വാങ്ങാനുള്ളതല്ല. ഇതെല്ലാം നമ്മൾ എത്തേണ്ട വഴിയെ സഞ്ചരിക്കുമ്പോൾ തെറ്റാതെ സഞ്ചരിക്കണം. അപ്പൊ നീ ഇതൊക്കെ പഠിക്കണം.
വാക്കുകൾ കൃത്യമായിരിക്കണം. അതിന് വന്നതാണ് വ്യാകരണം. അപ്പോൾ വേദങ്ങളിലെ വാക്കുകളുടെയും ഭാഷയുടെയും ഘടനയും ശരിയായ ഉപയോഗവും വിശദീകരിക്കുന്ന പഠനശാഖയാണ് വ്യാകരണം. അപ്പോൾ വാക്കുകളുടെ രൂപഭേദങ്ങളും സന്ധി നിയമങ്ങളും ഒക്കെ അതിൽ പെടുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം ഭാഷയുടെ നിയമങ്ങളുടെ കൂട്ടം എന്ന് പറയാം. വ്യാകരണം ഭാഷയുടെ നിയമങ്ങളുടെ കൂട്ടമാണ്. അടുത്തതാണ് ഛന്ദസ് എന്ന് പറയും. ഛന്ദസ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ശിക്ഷ, കൽപ്പം, നിരുക്തം, ജ്യോതിഷം, വ്യാകരണം, ഛന്ദസ്. 6ാമത്തെ വേദാംഗമാണ് ഛന്ദസ്. അതാണ് വേദമന്ത്രങ്ങളെ ചിട്ടപ്പെടുത്തുന്ന വൃത്തങ്ങളെക്കുറിച്ചും ഛന്ദസ്സുകളെക്കുറിച്ചും ഉള്ള പഠനമാണ്. ഛന്ദസ് എന്ന് പറഞ്ഞ വൃത്താണ്. ഓരോ പദ്യവും ചൊല്ലുന്നതിന് ഓരോ വൃത്തവും ഈണവും ഉണ്ട്. അത് ചൊല്ലുമ്പോൾ അത് എവിടെയൊക്കെയാണ് നിർത്തേണ്ടത്, എവിടെയൊക്കെയാണ് നിർത്താൻ പാടില്ലാത്തത്, ലഘു ഗുരു നിയമങ്ങൾ, ആ വൃത്ത നിയമങ്ങൾ, ഓരോ വരിയിലും എത്ര അക്ഷരങ്ങൾ വേണം, ഇങ്ങനെയൊക്കെയുള്ള ആ വേദമന്ത്രങ്ങളെ ചിട്ടപ്പെടുത്തുന്ന രീതിക്കാണ് ഛന്ദസ് എന്ന് പറയുക, ഛന്ദഹ എന്ന് പറയുക. അപ്പോൾ ഛന്ദസ് എന്നുള്ളതിന് ഒറ്റ നിർവചനം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതിലെ താളവുമായും വിഷയങ്ങളുമായും ബന്ധപ്പെട്ടത്. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിലെ താളവും അതിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഛന്ദസ്. ഇതിന്റെ താളം. ഇപ്പൊ അനുഷ്ടുപ്പിലാണെങ്കിൽ അനുഷ്ടുപ്പ് ചൊല്ലുന്നൊരു താളമുണ്ട്. അത് എവിടെയൊക്കെ എതി വരണം എന്ന് പറയും, എവിടെയൊക്കെ നിർത്താൻ പാടില്ല, എവിടെയൊക്കെ നിർത്തണം. അത് ആ വൃത്തം പഠിച്ചിട്ട് വേണം അത് ചൊല്ലാനെന്നാണ്, അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇന്ന് വൃത്ത നിയമങ്ങളൊക്കെ പഠിച്ചിട്ടാണോ കോമ്പറ്റീഷനൊക്കെ നമ്മൾ ചൊല്ലുന്നത്? അല്ല, അവർക്ക് ശരിയായ ഉച്ചാരണമുണ്ട്. അപ്പോൾ വേദമന്ത്രങ്ങൾ അങ്ങനെയാണ് ചാൻഡ് ചെയ്ത് പഠിപ്പിക്കുന്നത്, ആ നിയമം അനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഛന്ദസ് ഉള്ളത് കൊണ്ടാണ് വേദമൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഉച്ചരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ആ നിയമാനുസൃതമായി ഉച്ചരിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി വേദാംഗങ്ങൾ 6 അതിൽ ഓരോന്നിനും എഴുതിക്കോ. ശിക്ഷ എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ മൂക്കാണ്, ഘ്രാണമാണ്. അല്ലെങ്കിൽ ഛന്ദസ് പോലെ എഴുതിക്കോ. ഛന്ദഹ പാതൗതു വേദസ്യ. ഛന്ദസ് എന്ന് പറഞ്ഞ ആദ്യം നമ്മൾ ശിക്ഷയല്ലേ എടുത്തേക്കണേ. ശിക്ഷയുടെ നേരെ നമ്മൾ എഴുതിക്കോളൂ. വേദത്തിന്റെ മൂക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഘ്രാണം, മൂക്ക്, ശിക്ഷ. ഇനി കൽപ്പം. കൽപ്പം വേദത്തിന്റെ കൈ എന്നറിയപ്പെടുന്നു. വേദാംഗം, അതുകൊണ്ടാണ് വേദ അംഗം എന്ന് പറഞ്ഞത്. ഏത് അംഗങ്ങളൊക്കെയാന്ന് പഠിക്കണ്ടേ. ശിക്ഷ വേദത്തിന്റെ മൂക്കാണെങ്കിൽ കൽപ്പം വേദത്തിന്റെ കൈയാണ്. ഇനി നിരുക്തം വേദത്തിന്റെ ചെവിയാണ്, ശ്രോത്രമാണ്. നിരുക്തം ചെവിയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ. ശിക്ഷ മൂക്കാണ്, കൽപ്പം കൈയാണ്, പിന്നെ നിരുക്തം ചെവിയാണ്, അല്ലെ? ശിക്ഷ, കൽപ്പം, ശിക്ഷ, കൽപ്പം, നിരുക്തം. അടുത്ത ജ്യോതിഷം. ജ്യോതിഷം ജ്യോതിഷം കണ്ണാണ്. ജ്യോതിഷം ചക്ഷുഹു, കണ്ണാണ്. വ്യാകരണം മുഖാണ്. നിങ്ങൾ 6 വേദാംഗങ്ങൾ താഴെ എഴുതിയിട്ടിട്ട് ഒരൊറ്റ വാക്കിൽ അതിന്റെ ഡെഫിനേഷൻ എഴുതി പഠിച്ചോളണം. ഇനി വേദാംഗം എന്ന് കേൾക്കുമ്പോൾ ഇത് എന്ത് ശാസ്ത്രമാണെന്നൊന്നും മനസ്സിലാക്കരുത്. ഇത് വേദം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ് എന്നെങ്കിലും ഒരു പ്രാഥമിക നോളജ് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴെങ്കിലും ഉണ്ടാവട്ടെ. വ്യാകരണം ഇതെല്ലാം ജ്ഞാനത്തിലേക്ക് എത്താൻ ഭാഷയുടെ നിയമങ്ങളുടെ കൂട്ടം പറഞ്ഞു. അതായത് വേദങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷയുടെയും ആ വേദത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഘടനയെയും അതിന്റെ ഉപയോഗത്തെയൊക്കെ വിശദീകരിക്കുന്നു. സന്ധി, സമാസം, അതിന്റെ സന്ധി നിയമങ്ങളൊക്കെ പറയുന്നു. വാക്കുകളുടെ കൺസ്ട്രക്ഷൻ പഠിപ്പിക്കുന്നു വ്യാകരണം. അതിന്റെ പൂർണ്ണമായ ഒന്നും അല്ല. നമ്മൾ വേദാംഗങ്ങൾ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഞാനൊരു 1 വേർഡിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ജ്യോതിഷം ആയിരിക്കും പറയാത്തത്, അല്ലെ? ഭാരതീയ അതാണ്. അതായത് ഭാരതീയ ജ്യോതിശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവാണ് ജ്യോതിഷം കേട്ടോ. അത് കാലഗണന, മുഹൂർത്തങ്ങൾ എന്നിവയെ കുറിച്ചും അതൊന്നും വെറുതെ കുറിച്ച് വെച്ചോ. യാഗം ചെയ്യുന്നതിനൊരു കാലമുണ്ട്. എത്ര സമയം ചെയ്യണം, ഏത് മുഹൂർത്തം,
അതിനാ ജ്യോതിഷം വന്നേ. നമ്മളിപ്പോ കല്യാണം നടത്തുന്നതിനും എന്തിനും നമുക്ക് ജ്യോതിഷം വേണം. ഇപ്പോ കാലഗണന, മുഹൂർത്തങ്ങൾ എന്നിവയെക്കുറിച്ചും യാഗങ്ങൾക്കും മറ്റുമുള്ള ഉചിതമായ സമയം നിർണയിക്കുന്നതിനുമാണ് ജ്യോതിഷം. അപ്പോൾ ഭാരതീയ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനമാണെന്നൊരു ഒരു ജനറൽ നിർവചനം കൊടുത്തിട്ട്, അതും എന്തിനു വേണ്ടിയിട്ടാ? വേദാനുബന്ധ വിഷയമാണ്. കാലഗണന, മുഹൂർത്തങ്ങൾ എന്നിവയെക്കുറിച്ചും യാഗങ്ങൾക്കും മറ്റുമുള്ള ഉചിതമായ സമയം നിർണയിക്കുന്നതിനും, യജ്ഞയാഗങ്ങൾ ചെയ്യുന്നതിനുള്ള സമയം ഏതാണ് കറക്റ്റ് സമയമെന്നും അതിൻ്റെ എത്ര സമയം ചെയ്യണമെന്നും അതിൻ്റെ മുഹൂർത്തം ഏതാണെന്നും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ ശാസ്ത്രമാണ് ജ്യോതിഷം. അതാണ് നമ്മളിന്ന് മനുഷ്യ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷെ ഇതിൻ്റെ ഒറിജിൻ എവിടെയായിരുന്നു? മൂലം മറന്നു പോകരുത്, അതാണ് അർത്ഥം. വ്യാകരണം നമ്മൾ പറഞ്ഞല്ലോ, നിയമങ്ങൾ, വേദത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത, സന്ധി നിയമങ്ങൾ, അതുപോലെ തന്നെ വാക്കുകളുടെ രൂപഭേദങ്ങൾ ഒക്കെ പഠിക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. ഛന്ദസ് വേദം ഉച്ചരിക്കുന്ന നിയമങ്ങൾ, വൃത്താനുബന്ധിയായി അത് ഉച്ചരിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ താളത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതാണ് ഛന്ദസ്. ഇനി നമ്മൾ ഇത് വേദവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ പഠിച്ചത്? മുഖം വ്യാകരണം അല്ലെ. ശിക്ഷ വേദത്തിന്റെ ഘ്രാണമാണ്. നിങ്ങൾ സംസ്കൃത ശ്ലോകം വായിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല, അതുകൊണ്ടാണ് ഓരോന്നായിട്ട് പറഞ്ഞത്. ഛന്ദഃ പാദൗ തു വേദസ്യ ഹസ്തോ കൽപ്പോദ പഠ്യതേ ജ്യോതിഷാമയനം ചക്ഷുഃ നിരുക്തം ശ്രോത്രമുച്യതേ. ശിക്ഷാ ഘ്രാണം തു വേദസ്യ മുഖം വ്യാകരണം സ്മൃതം തസ്മാത് സാംഗമതീത്യൈവ ബ്രഹ്മലോകേ മഹീയതേ എന്നാണ് ശ്ലോകം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഓരോന്നെടുത്ത് പറഞ്ഞു തന്നു. ശിക്ഷ ഘ്രാണമാണ്. ഇനി ഏതെങ്കിലും പറയാത്തുണ്ടോ? ഛന്ദസ് വേദത്തിന്റെ പാദമാണ്. ഛന്ദസ് വേദത്തിന്റെ പാദമാണ്, കാലാണ്. കൽപ്പം കൈയാണ്. അപ്പൊ വേദാംഗങ്ങൾ 6 കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് വിദ്യകൾ, 18 വിദ്യകൾ പഠിക്കണം. 18 വിദ്യ, വെറുതെ പേരുകൾ മാത്രം. വിദ്യകൾ 18. വേഗം നിങ്ങൾക്ക് കുറിച്ച് വെക്കാൻ പാകത്തിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 വേദാംഗങ്ങൾ 6. ഇത് കൂട്ടി പോന്നോളണം. വേദാംഗങ്ങൾ 6. 18 വിദ്യകളിൽ ഇപ്പൊ 6 പറഞ്ഞു. വേദാംഗങ്ങൾ 6. അപ്പോ ഇനി വേദം 4. 6 4 10. മീമാംസ, അത് പൂർവമീമാംസയും ഉത്തരമീമാംസയും കൂടി ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. 1 മീമാംസ. പൂർവമീമാംസ കർമ്മകാണ്ഡവും ഉത്തരമീമാംസ ജ്ഞാനകാണ്ഡവുമാണ്. അപ്പോൾ വേദാംഗങ്ങൾ 6, വേദം 4, മീമാംസ 1, ന്യായദർശനം, ന്യായം 1. അത് എന്തിനാണ് ന്യായദർശനം വന്നതെന്ന് വെച്ചാല്, ഇപ്പോൾ പൂർവമീമാംസ കർമ്മകാണ്ഡത്തെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു, ഉത്തരമീമാംസ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ന്യായശാസ്ത്രം വന്നത് എന്തിനാന്ന് വെച്ചാല് അതും വേദ അനുബന്ധ വിഷയമാണ്. വേദം പഠിക്കാതെ ആളുകളുടെ ഈ എന്താ പറയാ, അതും ഇതുമൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, വേദം പഠിക്കാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പൊ വേദം പഠിക്കാത്തവരുടെ വിദണ്ഡവാദങ്ങളിൽ നിന്ന് വേദത്തെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായ ശാസ്ത്രമാണ് ന്യായം. അവൈദികരിൽ നിന്ന് വൈദികത്തെ രക്ഷിക്കാൻ, വേദം പഠിക്കാത്തവരുടെ വിദണ്ഡവാദങ്ങളിൽ നിന്ന് വേദത്തെ രക്ഷിക്കുന്ന ശാസ്ത്രമാണ് ന്യായശാസ്ത്രം. അവൈദികരിൽ നിന്ന് വൈദികത്തെ രക്ഷിക്കുക, വേദം അറിയാതെ ജൽപ്പിക്കുന്നവരിൽ നിന്നും ശക്തമായ സത്യം പറഞ്ഞുകൊണ്ട് അവരെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതിനാണ് ഉണ്ടായതാണ് ന്യായശാസ്ത്രം. ഇനി അടുത്തത് ഇതിഹാസ പുരാണങ്ങൾ 2. ഇതിഹാസം, നമുക്ക് 2 ഇതിഹാസമുണ്ട്. രാമായണവും മഹാഭാരതവും അതിനെ ഒറ്റയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതിഹാസത്തിൽ 2 പെടും. ഏതൊക്കെയാ? രാമായണവും മഹാഭാരതവും. പുരാണങ്ങള് 18 ഉണ്ട്. അതിന് നമുക്ക് ഒറ്റയായിട്ട് കൂട്ടാം. അപ്പൊ ഇതിഹാസം 1, പുരാണം 1, 2 ഇപ്പൊ മൊത്തം എത്രയായി? 10, 11, 12, 13, 14 അല്ലേ? അപ്പോൾ ഇതിഹാസ പുരാണങ്ങളെ നമുക്ക് പഞ്ചമവേദങ്ങൾ എന്ന് പറയാം. ഇതിഹാസത്തെ പഞ്ചമവേദങ്ങൾ എന്ന് വേണേൽ പറയാം. അടുത്തത്, അത് വേദം പഠിക്കുന്നതിന് തുല്യമാണ്. ഇതിഹാസ പുരാണങ്ങൾ പഠിക്കുന്നതും വേദം പഠിക്കുന്നതിന് തുല്യമാണ്. കാരണം വേദതത്വങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, കഥകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട്. ഇങ്ങനെയാണ് ഭാരതത്തിലെ വിദ്യകൾ വന്നേക്കുന്നതേ. എല്ലാം വേദത്തിന്റെ ബേസാണ്. അടുത്തത് ആയുർവേദം.
ആയുർവേദം 1, വേദാംഗങ്ങൾ 6, വേദം 4, മീമാംസ 1, ന്യായം 1, ഇതിഹാസ പുരാണങ്ങൾ 2, ആയുർവേദം 1. അതായത് എന്തിനു നോക്കൂ, നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴേ നമ്മൾ ഇതൊന്നും അറിയാതെയല്ലേ നമ്മൾ ജീവിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. ഈ ആയുർവേദം വന്ന എന്തിനാന്ന് നോക്കിക്കേ, ശ്രുതിക്കനുസരണമായി ജീവിക്കണമെങ്കിൽ, വേദത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് എത്തുന്നതിന് രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആരോഗ്യമുള്ളവനായിരിക്കണം എന്ന് കരുതിയിട്ടാണ് ആയുർവേദം ഉണ്ടായിരുന്നത്. ഇപ്പൊ ചരകമുനിയുടെ ഞാനിപ്പോ ആയുർവേദം ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചരകന്റെ ചരക സംഹിത, സുശ്രുത സംഹിതയൊക്കെ സംസ്കൃത ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യൻ എടുത്തിട്ട് വ്യാഖ്യാനിക്കരുത് എന്ന രീതിയിൽ പദങ്ങൾ കൂട്ടിച്ചേർത്ത് എല്ലാ സംശ്ലിഷ്ട പദങ്ങളാക്കി ചേർത്ത് ഒരൊറ്റ പ്രാവശ്യം വായിക്കണമെങ്കിൽ സംസ്കൃതം പഠിച്ചവർക്കൊന്നും വായിക്കാൻ പറ്റില്ല. നല്ല ക്ലേശം വേണം. കാരണം അതിന്മേലേക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ അത് അറിയുന്നവർക്കേ പറ്റുള്ളൂ എന്നുള്ളൊരു കൂട്ടിച്ചേർക്കലാണ് അവിടെ വെച്ചേക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. അപ്പോ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോ ആയുർവേദത്തിൽ ഒരു ശ്ലോകം എടുത്ത് വ്യാഖ്യാനിക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, അധ്യാത്മശാസ്ത്രം പഠിച്ചേക്കുന്നുണ്ട്, ഗുരുവിന്റെ കൃതി പഠിച്ചേക്കുന്നുണ്ട്. അതിനകത്ത് പഞ്ചഭൂതങ്ങൾ പറയുന്നുണ്ട്, പഞ്ചഭൂത തന്മാത്രകൾ പറയുന്നുണ്ട്, വാതപിത്ത കപാദികൾ എങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രാണൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ പറയണത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ ഈശ്വരനിലേക്ക് എത്തിക്കുവാൻ ഒരു മനുഷ്യന്റെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം. അതാണ് വേദാനുബന്ധ വിഷയമാണ് ഈ ആയുർവേദവും ഒക്കെ. അപ്പോ ഇവിടെ ആരോഗ്യവാനായി നടക്കണത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് ധന്യരാക്കാനാണെന്ന് ഗുരു പറഞ്ഞില്ലേ. അതുപോലെ ധന്യതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആയുർവേദം. ശരീരത്തെ ശ്രുതിക്കനുയുക്തമായി ജീവിക്കണമെങ്കിൽ ആരോഗ്യമായി ശരീരത്തെ സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആയുർവേദം 1. അടുത്ത ധനുർവേദം 1. അതായത് അസ്ത്രശാസ്ത്ര വിദ്യകളെ പ്രതിപാദിക്കുന്നു. അവിടെയും ഒരു മനുഷ്യൻ ജീവിതത്തിന് തടസ്സം വരുമ്പോൾ അതിനെ നേരിടാനുള്ള ആ ശരീരത്തെ രക്ഷിച്ച് ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ, ശരീരത്തെ രക്ഷിക്കുന്നത് ജ്ഞാനത്തിലേക്ക് എത്തിക്കാനാണ്. അപ്പൊ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അസ്ത്രശാസ്ത്ര വിദ്യകളെ പ്രതിപാദിക്കുന്നു ധനുർവേദം. അടുത്തത് ഗാന്ധർവവേദം. സാമഗാനത്തിനു വേണ്ടി, സാമവേദം ഉണ്ടല്ലോ, അത് ഉച്ചരിക്കുന്ന, അത് പാടുന്നതിന് വേണ്ടി സ്വരലക്ഷണങ്ങളെ പറയുന്ന ശാസ്ത്രമാണ് ഗാന്ധർവവേദം. സാമഗാനത്തിനു വേണ്ടി സ്വരലക്ഷണങ്ങളെ പറയുന്ന ശാസ്ത്രമാണ് ഗാന്ധർവവേദം. സാമഗാനത്തിനു വേണ്ടി സ്വരലക്ഷണങ്ങളെ പറയുന്ന ശാസ്ത്രമാണ് ഗാന്ധർവവേദം. അപ്പോൾ അതിനകത്ത് സംഗീതാദി കലകളെയാണ് പറയണത്. ഗാന്ധർവവേദത്തിൽ സംഗീതാദി കലകളെയാണ് പറയുന്നത്. അപ്പൊ ഗാന്ധർവവേദം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? സാമവേദം തന്നെ ഗാനരൂപത്തിലുള്ള വേദമാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് പരിപക്വപ്പെടുത്തുന്നതിനും തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഗാന്ധർവവേദം ഉണ്ടായിട്ടുള്ളത്. അടുത്തത് അർത്ഥശാസ്ത്രം. അതൊന്ന്. അപ്പൊ അതില് ധാർമ്മികമായി ജീവിക്കാൻ, ധർമ്മയുക്തമായി ജീവിക്കാൻ ഒരു മനുഷ്യന് എങ്ങനെ ധാർമ്മികമായ രീതിയിൽ ധനം സമ്പാദിക്കാം എന്ന് പഠിപ്പിക്കുന്നു. കള്ളക്കടത്തും കരിഞ്ചന്തയും കൊള്ളയും നടത്തി പണം ഉണ്ടാക്കാനല്ല അവിടെ പഠിപ്പിക്കണേ. ധർമ്മയുക്തമായ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ധർമ്മയുക്തമായ രീതിയിൽ എങ്ങനെ പണം സമ്പാദിക്കാം, ധനം സമ്പാദിക്കാം, ധാർമ്മിക മാർഗത്തിലൂടെ സമ്പത്ത് എങ്ങനെ സ്വരൂപിക്കാം എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഭാരതത്തിലെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ സത്യത്തിൽ അധിഷ്ഠിതമായിരുന്നില്ലേ? ആരെങ്കിലും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ കള്ളത്തരത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ പ്രാചീന ഭാരത ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ? ഒന്നുമില്ല. എല്ലാമായ ഏകതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് 18 ആയോന്നൊന്ന് എണ്ണി നോക്കണം കേട്ടോ. വേദങ്ങൾ 6, 6 4 10, 18 അല്ലേ? തുളസിയാരി സാർ ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണ് 18 വിദ്യകള്? വേദങ്ങൾ 4, വേദാംഗങ്ങൾ 6,
മീമാംസ 1, അതായത് പൂർവമീമാംസയും ഉത്തരമീമാംസയും, ന്യായം, ശേഷം ഇതിഹാസവും പുരാണവും, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം. ഇത്രയാണ് ടീച്ചർ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിലെ ഋഷി പരമ്പരയുടെ കൈവെക്കാത്ത ഒരു ശാസ്ത്രം, ഒരു വിഷയവും തലക്കുമേതയില്ലെന്ന് നമ്മൾ പഠിച്ചോളണം. ഋഷി പരമ്പര സ്പർശിക്കാത്ത ഒരു വിഷയവും ഈ മണ്ണിലില്ല. അങ്ങനെ ഇനി നമ്മൾ പഠിക്കേണ്ടത് ആസ്തിക ദർശനങ്ങളാണ്. 6 ദർശനങ്ങളുണ്ട്. ആസ്തിക ദർശനം വേദാംഗങ്ങൾ പഠിച്ചു, 18 വിദ്യകൾ പഠിച്ചു. ആസ്തിക ദർശനങ്ങൾ 6 എണ്ണം. ഷഡ് ദർശനം എന്ന് പറയും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അത് വേദത്തെ പ്രാമാണികമായി അംഗീകരിക്കുന്ന ശാസ്ത്രമാണ് ഷഡ് ദർശനങ്ങൾ. ഏതൊക്കെ വരും? അത് സാങ്ക്യസൂത്ര, അതും സൂത്രരൂപത്തിലാണ് കേട്ടോ. അതും സൂത്രരൂപത്തിലാണ് കേട്ടോ. ഈ ഷഡ് ദർശനങ്ങൾ സൂത്രരൂപത്തിലെ വേദാനുബന്ധ വിഷയമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൂത്ര പീരീഡ് വന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് സൂചിപ്പിച്ചത്. അപ്പൊ സാങ്ക്യസൂത്രത്തിന്റെ കർത്താവാണ് കപിലൻ. സാങ്ക്യസൂത്രം കപിലൻ, യോഗസൂത്രം, യോഗദർശനം എന്നും നമുക്ക് പറയാം. ഇവിടെ സൂത്ര പീരീഡ് ആയതുകൊണ്ട്, എല്ലാ സൂത്ര രൂപത്തിലായതുകൊണ്ട് അങ്ങനെ പേര് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. യോഗസൂത്രം പതഞ്ജലി, ന്യായസൂത്രം ഗൗതമഃ, വൈശേഷിക സൂത്രം കണാദഃ, പൂർവമീമാംസ സൂത്രം ജൈമിനി, ഉത്തരമീമാംസ അഥവാ വേദാന്ത സൂത്രം ബാദരായണൻ. അപ്പോ സാഖ്യം, യോഗം, ന്യായ, വൈശേഷിക, പൂർവമീമാംസ, ഉത്തരമീമാംസ, അതാണ് ഷഡ് ദർശനങ്ങൾ. ഇവയും വേദ അനുബന്ധ വിഷയമാണ്. ഇതും സൂത്രരൂപത്തിലാണ് രചിച്ചിട്ടുള്ളത്. വലിയൊരു ശാസ്ത്രത്തെ ഓർമ്മിച്ചെടുക്കാനായി സൂത്രരൂപത്തിൽ ചെറിയ വാക്കുകളിലായി നിബന്ധിച്ച് വെച്ചിരിക്കുന്നു. അതിനകത്ത് നമ്മുടെ സമാധി, യോഗസൂത്രത്തിൽ സമാധി പറയുന്നുണ്ട്. സമാധിയുടെ ലക്ഷണം നാളെ നിങ്ങൾക്ക് പറയാനവർക്കൊക്കെ ഉപയോഗിക്കാം. തഥേവ അർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യമിവ സമാധി. സമാധിക്ക് വലിയ ഒരു ആശയത്തെ ചുരുക്കി പതഞ്ജലി മഹർഷി പറഞ്ഞേക്കാണ്. നമ്മൾ ഈ യോഗ പഠിക്കുന്നത് കയ്യും കാലൊക്കെ ബലം വെക്കാനോ, മനസ്സിന് ബലം വെക്കാനോ, ശരീരത്തിന് ബലം വെക്കാനോ അല്ല. ആത്മീയമായ പരമസത്യത്തിലേക്ക് എത്തി അതായി മാറാനാ. അവിടെയാണ് യോഗസൂത്രത്തിൽ പതഞ്ജലി മുനി പറയണത് തദേവ അർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യമിവ സമാധി. അതായത് മനസ്സ് അതിന്റെ സ്വരൂപത്തെ വിട്ടിട്ട്, മനസ്സിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? സങ്കല്പ വികല്പാത്മകമായ മനസ്സ് അതിന്റെ സ്വരൂപത്തെ വിട്ടിട്ട് ആ ധ്യാനിക്കുന്നവൻ ധ്യേയമായി, ധ്യാനിക്കുന്ന വസ്തുവായി മാറുന്നു. ധ്യാനിക്കുന്നവൻ ധ്യാനവസ്തുവായി മാറുന്നതാണ് സമാധി. മനസ്സ് അതിന്റെ സ്വരൂപം വെടിഞ്ഞ്, അതിന്റെ കാമക്രോധാദികളായ അതിന്റെ സ്വരൂപം വെടിഞ്ഞ് ധ്യാനിക്കുന്നവൻ ധ്യാനവസ്തുവായ ധ്യേയമായ ഈശ്വര ചൈതന്യമായി ഇരിക്കുന്നതിനെയാണ് സമാധി എന്ന് യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം എന്നിട്ട് പറയുന്നുണ്ട്. തഥാ അപ്പോൾ ദ്രഷ്ടു, ഈ ആത്മാനന്ദം അനുഭവിച്ചവൻ സ്വരൂപേ അവസ്ഥാനം, സ്വരൂപത്തിലിരിക്കും. അതാണ് സമാധി. ഇതൊക്കെ നമ്മൾ നാളെ പറയുമ്പോൾ ഈ സമാധി വെറുതെ ഗുരുവിന്റെ സമാധി നമ്മൾ പറയുന്നതല്ല. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. 8ാം അംഗമാണ് സമാധി. യമം ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച്, നിയമം ബാഹ്യ ആഭ്യന്തര ശുചിത്വം പാലിച്ച്, ആസനം സ്ഥിരസുഖമാസനം നമ്മളുടെ മനസ്സിനെ സുഖാവസ്ഥയിൽ നിർത്തിയിട്ട് പ്രപഞ്ചത്തിലെ ഭൗതികത്തിലെ ഒരു വസ്തുവും നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യരുത്. അതിനൊക്കെ പറ്റും യോഗശാസ്ത്രത്തില്. നമ്മൾ പക്ഷെ യോഗ പഠിക്കുന്നത് അതിനൊന്നും അല്ല. എനിക്കിച്ചിരി വണ്ണം കുറയണം, എനിക്കിച്ചിരി കാലുവേദനയുണ്ട്, കൈവേദനയുണ്ട്, അതിനൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷെ കാലുവേദനയും കൈവേദനയൊക്കെ മാറ്റിയിട്ട് നമ്മൾ എത്തേണ്ടത് സ്വരൂപത്തിലേക്കാണെന്നാണ് പതഞ്ജലി മുനി പറയുന്നത്. അതുമാത്രം നമ്മൾ പഠിക്കൂല. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച്, ബാഹ്യ ആഭ്യന്തര ശുചിത്വം പാലിച്ച്, സ്ഥിരമായി മനസ്സിനെ സന്തോഷത്തിൽ വെച്ച്, യമ, നിയമ, ആസന, പ്രാണായാമം, പ്രാണനെ
അതായത് പ്രാണനെ നിരോധിച്ച് അല്ലെങ്കിൽ പ്രാണനെ നിയന്ത്രിച്ച് പ്രത്യാഹാരം, തിരിച്ചു വിളിക്കല്. പുറത്തേക്ക് ഇങ്ങനെ മേഞ്ഞോണ്ട് കിടക്കുകയല്ലേ. ദൃശ്യങ്ങളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിച്ചു വിളിക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുക. അങ്ങനെ അകമുഖമാക്കി ധാരണ. എന്തിനാ ഇങ്ങനെ അകമുഖമാക്കണേന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്, ഒരു വിലമതിയാത്ത വിളക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, നല്ല ധാരണ ഉണ്ടായി. ആത്മവസ്തുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായി. ധ്യാനം, അതിനെ തന്നെ ധ്യാനിച്ച് അത് മാത്രമായി മാറണം, അതിനെ മാത്രം ചിന്തിച്ച് സമാധി അതിലേക്ക് ലയിക്കുന്നു. അപ്പോൾ ദ്രഷ്ടുഹു, കാണുന്നവൻ, സ്വരൂപേ അവസ്ഥാനം, സ്വരൂപത്തിലിരിക്കും. ഇതാണ് ഗുരുവിന്റെ സമാധി. ഇങ്ങനെയാണ് ഗുരുവിന്റെ ലോകസംഗ്രഹ യാത്രയിലൊക്കെ നടന്നത് ഈ സമാധി ഭാവത്തിലാണ്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാണുന്നവനും ആ ത്രിപുടിയൊക്കെ മുടിഞ്ഞിട്ട് ഒന്നായി മാറിയ സ്വരൂപത്തിലാണ് നടന്നത്. അതാണ് നമ്മൾ യോഗസൂത്ര പഠിച്ചപ്പോൾ ഒന്ന് ഒക്കേഷനിൽ പറഞ്ഞു പോയെന്ന് മാത്രം. പാഠം അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കുന്നു. ഇന്ന് പഠിച്ച പാഠങ്ങള് ബേസിക് ആയിട്ടുള്ള അധ്യാത്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. അത് പഠിച്ചു വെക്കണം. നാളെ എല്ലാവരും പ്രാർത്ഥനാ നിർഭരമായി ഗുരുപാദങ്ങളിൽ ഉണ്ടാകണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി സാധിക്കുമെങ്കിൽ പഠനവും പാരായണവും ഒക്കെ ആയിട്ട് നാളത്തെ ദിവസം ഗുരുവിൽ സമർപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് സമർപ്പിക്കുന്നു.